അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. മുഖമിട്ട് അടുപ്പിച്ചുദിക്കും നാൾ എങ്കൽ മുഹിയദ്ദീൻ കവലിൽ ചുടുപെരുത്താറമ്മൽ ഞാൻ നിൽക്കുമ്പോൾ ചക്ര മുഹിയദ്ദീൻ കവലിൽ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വളരെ പ്രമുഖനായ മഹാനും അവിടുത്തെ പരമ്പര ഉമ്മ മുഖേനയും ഉപ്പ മുഖേനയും അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന അഹ്ലു ബൈത്തിന്റെ പരമ്പരയാകുന്നു എന്നും നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി തറക്തു ഫീക്കും മാ ഇൻ അഖൽതും ബിഹി ലം തദില്ലു ലം തദില്ലു. ഞാൻ നിങ്ങളിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കി പോകുന്നുണ്ട്, നിങ്ങൾ അവ സ്വീകരിച്ചാൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ഒഴിവാക്കി പോയ കാര്യങ്ങൾ ആളുകൾക്ക് സ്വീകരിക്കാനായി അള്ളാഹുവിന്റെ റസൂൽ നിക്ഷേപിച്ചു പോയ കാര്യങ്ങൾ കിതാബുല്ലാഹി വ ഇത്റത്തി അഹ്ലു ബൈത്തി. അള്ളാഹുവിന്റെ കിതാബും എന്റെ കുടുംബമായ അഹ്ലു ബൈത്തുമാകുന്നു എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈത്ത് മുഖേന നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മിക്കാനുള്ള അവസരമുണ്ടാകും. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വലിയ വഴി മഹാന്മാരായ സയ്യിദന്മാര് മുഖേന നമുക്ക് ലഭിക്കുകയാണ്. അവരിൽ വളരെ പ്രമുഖനായ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ മുഖേന നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഉല്ലാസ്അലകും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഖുൽ നബിയേ, തങ്ങൾ പറയുക, അസ്അലകും അലൈഹി അജ്റ, ഞാൻ നിങ്ങളോട് കൂലി ആഗ്രഹിക്കുന്നില്ല. ദീനിയായ പ്രബോധന പ്രവർത്തന മേഖലയിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കൂലിയും ഒരാളോടും ആവശ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി ആവശ്യപ്പെട്ട കാര്യം ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, ഖുർബയെ സ്നേഹിക്കൽ മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബങ്ങളായ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക. അവരിൽ വളരെ പ്രമുഖനായ മഹാനാണ് ബഹുമാനപ്പെട്ട ജിലാനി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാന. ക്ഷയമായിട്ടും ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഹിബ്ബഹു, നീ അവനെ ഇഷ്ടപ്പെട്ടോ, ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ആ മനുഷ്യനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ ഫയുനാദാ ജിബ്രീൽ,
ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും വി അഹ്ലിസ്സമായ ആകാശലോകത്ത് ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് പ്രിയപ്പെട്ട മലക്കുകളെ ഫഹിബ്ബുഹു, നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമായ, ആകാശത്തിലുള്ളവരൊക്കെയും അവനെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആകാശത്തിലുള്ളവരെല്ലാം ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർളി, ഭൂമിയിൽ സ്വീകാര്യത വെക്കപ്പെടും. അതാണ് മുഹ്യിദ്ദീൻ മാലിയിൽ കാണാൻ കഴിയുന്ന ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം മത്തീരയുള്ളവർ. ആകാശത്തും ഭൂമിയിലും ശൈഖ് അവർക്ക് ഒരുപോലെ സ്ഥാനമുണ്ട്, ഒരുപോലെ സ്ഥാനമുണ്ട്. ആകാശത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് സ്ഥാനമുണ്ട്, ഭൂമിയിലും ബഹുമാനപ്പെട്ടവർക്ക് സ്ഥാനമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പ്രത്യേകമായി നിർദ്ദേശിച്ചത് ഞാൻ സ്നേഹിക്കുന്നവരെ കുറിച്ച് ആകാശ ലോകത്ത് വിളിച്ചു പറയണമെന്നാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഭൂമിയിൽ അവനിക്ക് സ്വീകാരം നൽകപ്പെടുമെന്ന് പറയുമ്പോൾ ആകാശത്തുന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം മത്തീരയുള്ളവർ. ആ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളവർ സയ്യിദാവർത്തായും ബാവായും ആണോവർ. ശൈഖ് അവർക്ക് സുൽത്താനുൽ ഔലിയ എന്ന സ്ഥാനപ്പേരുണ്ട്. അവരുടെ ഉമ്മയും വാപ്പയും അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. ഉമ്മയും അഹ്ലു ബൈത്താണ്, വാപ്പയും അഹ്ലു ബൈത്താണ്. ഇന്നലേക്കുള്ള വലിയ സ്ഥാനമാനങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കുമ്പോൾ ആ മഹാനവറുകളെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ കിളയിലും ഭംഗിളായോവർ, എല്ലാ ദിശയിലും കേളി മികച്ചോവർ. മഹാനായ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഏത് വകുപ്പിലും ഉന്നതനും സർവ്വലോകത്തും പ്രസിദ്ധനുമാണ്. സർവ്വലോകത്തും ബഹുമാനപ്പെട്ടവർ പ്രസിദ്ധനാണ്. എല്ലാ വിഷയത്തിലും ബഹുമാനപ്പെട്ടവർ ഉന്നതനാണ്. എല്ലാ കിളയിലും വങ്കീള ആയോവർ, എല്ലാ ദിശയിലും എല്ലാ ദിശയിലും കേളി മികച്ചോവർ. അൽഹംദുലില്ലാഹ്. ആ മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ, മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ ഒരിക്കൽ ഒരു വഴിയിൽ കൂടെ നടന്നു പോകുകയാണ്. മുഹയ്യിദ്ദീൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടാനുള്ള കാരണമാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. ബഗ്ദാദിലേക്ക് പോകുന്ന വഴിവക്കിൽ ക്ഷീണിതനായി രോഗം പിടിപെട്ടുകൊണ്ട് വളരെ വിഷമകരമായ ഒരവസ്ഥയിൽ ഒരു രോഗിയെ കണ്ടു. അദ്ദേഹം സലാം ചൊല്ലി, ബഹുമാനപ്പെട്ടവർ സലാം മടക്കി. തന്നെ എഴുന്നേൽപ്പിക്കുവാൻ അയാൾ എന്നോട് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ രോഗിയിൽ അതിമഹത്തായ മാറ്റം സംഭവിക്കുന്നതായി ഞാൻ കണ്ടു. അദ്ദേഹം സന്തുഷ്ടനും ആരോഗ്യവാനും ശക്തനുമായി മാറി. അദ്ദേഹത്തിൽ പെട്ടെന്നുണ്ടായ പരിവർത്തനം കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയും അല്പം ഭയപ്പെടുകയും ചെയ്തു. ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് താങ്കളെ കുറിച്ചൊരു അറിവുമില്ല. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, ഞാൻ ഇസ്ലാമതമാകുന്നു, ഞാൻ ഇസ്ലാമതമാകുന്നു. മാലയിൽ അത് സംബന്ധമായിട്ടല്ലയോ പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മാലയിൽ വളരെ സുന്ദരമായി രേഖപ്പെടുത്തുകയാണ്, മുലമുടയവൻ ഏകല്ലരുളാലെ മുഹയ്യിദ്ദീൻ എന്ന പേർദീൻ താൻ വിളിച്ചോവർ. ശൈഖ് അവർക്ക് മുഹയ്യിദ്ദീൻ എന്ന പേര് നൽകിയത് ദീൻ തന്നെയാണ്. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖാണ്. മുലമുടയവൻ യഗൽ അരുളാലെ മുഹയ്യിദ്ദീൻ എന്ന പേർദീൻ താൻ വിളിച്ചോവർ. ഹിജറ 581 ഈ മഹത്തായ സംഭവം ഉണ്ടാകുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്. അങ്ങനെ യാത്ര കഴിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവര് ആ മനുഷ്യനെ കണ്ടതിന് ശേഷം വളരെ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ മനുഷ്യനോട് വിടവാങ്ങി നേരെ ജുമാഅത്ത് പള്ളിയിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഞാൻ ചില ആളുകളെ കണ്ടു. അവർ എന്നെ സയ്യിദ് മുഹയ്യിദ്ദീൻ, സയ്യിദ് മുഹയ്യിദ്ദീൻ, യാ സയ്യിദ് മുഹയ്യിദ്ദീൻ എന്നിങ്ങനെ വിളിക്കുന്നു.
അതിനു മുമ്പ് ആരും തന്നെ ആ പേരിൽ തന്നെ സംബോധന ചെയ്തിട്ടില്ല. നമുക്ക് അബ്ദുൽ ഖാദർ എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. ഈ അത്ഭുതകരമായ പേര് അദ്ദേഹം വിളിക്കുകയാണ്. ഞാൻ ജുമാ കഴിഞ്ഞു, പുറത്തു വന്നപ്പോൾ ജനങ്ങൾ മുഴുവനും എന്റെ അരികിൽ വന്ന് കൈപിടിച്ച് ചുംബിക്കുകയും യാ മുഹയ്യദ്ദീൻ എന്നിങ്ങനെ വിളിക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, മഹാനായ ഗൗസുൽ ആദമിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഈ മേഖലയിലെ തുടക്കത്തിൽ തന്നെ സംഭവിച്ച വലിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട മഹാരന്മാരായ ഔലിയാക്കൾ ഇവിടെ രേഖപ്പെടുത്തിയത്. നബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഖാല, അബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ബൈനനാ അന നായിമുൻ, ഞാൻ എങ്ങനെ ഉറങ്ങുന്നവനായിരിക്കെ റഅയ്തുന്നാസ ഉരിളു അലയ്യ വഅലൈഹിം ഖുമുസ്, ജനങ്ങളെല്ലാം ഞാൻ എന്നിലേക്ക് ഒഴിവാക്കപ്പെട്ടതായിട്ട് കണ്ടു. അവരെല്ലാം ആ സമയത്ത് വിവിധങ്ങളായ നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, കുപ്പായം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ മുലയുടെ ഭാഗം വരെ എത്തിയ ചെറിയ കുപ്പായം ധരിച്ചവരുണ്ട്, അതിന്റെ കുറച്ചുകൂടെ തൈഭാഗത്തേക്ക് എത്തിയവരുണ്ട്. ഉമറു, എന്റെ അരികിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കപ്പെട്ടു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒഴിവാക്കപ്പെട്ടപ്പോ അലൈഹി ഖമീസുൻ, അദ്ദേഹത്തിന് ഒരു കുപ്പായമുണ്ട്, ഒരു വസ്ത്രമുണ്ട്. യുത്തറഹു, അദ്ദേഹം അതിനെ വലിച്ചടിച്ചുകൊണ്ട് നടക്കുകയാണ്. മഹാന്മാരായ സ്വഹാബാ കിറാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എന്താണ് നബിയെ ഈ പറഞ്ഞതിന്റെ വിശദീകരണം? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ദീനാണ് ആ സംഗതിയുടെ വിശദീകരണം. ഇങ്ങനെ ദീന് പൂർണ്ണമായ ഒരവസ്ഥയാണ്. വസ്ത്രം പൂർണ്ണമായിട്ട് അടിയിൽ കൂടെ വലിച്ചടിച്ച് നടക്കുന്ന സാഹചര്യം. എന്നാൽ കുറഞ്ഞവന്റെ അവസ്ഥയാണ് ദീൻ, കുറഞ്ഞവന്റെ അവസ്ഥയാണ് മുലവരേക്കും വസ്ത്രം ധരിച്ചവന്റെ അവസ്ഥ. അതിനേക്കാളും കുറച്ചും കൂടെ ദീനീയായ കാര്യങ്ങൾ ഉള്ള മനുഷ്യന്റെ അവസ്ഥയാണ് കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു സാഹചര്യം. ഇതേ രീതിയിൽ ദീൻ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടുവരികയാണ്. രോഗം പിടിപെട്ടുകൊണ്ട് ബലഹീനനായിട്ട് എണീക്കാൻ കഴിയാത്ത നിലയിൽ കിടക്കുന്നു. മഹാനായ അബ്ദുൽ ഖാദറിനെ കണ്ടപ്പോൾ യാ മുഹിയുദ്ദീൻ, ഞാൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് എന്നെ ജീവിപ്പിക്കാൻ വന്നവരെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ആ നിലക്ക് മുന്നോട്ട് വരികയാണ്. ഇതാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞ മുലമുടയവൻ യഗല്ലരുളാലെ മുഹിയുദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. ഈ നിലക്ക് ഒരുപാട് ജീവിതത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു എനിക്ക് ഒരുപാട് സെക്ടറുകൾ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധ്യമാകുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹമ്മദ് ബാസ് എന്ന് പറയുന്ന മഹാനവറുകൾ പറയുന്നു, ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ആത്മീയ വിദ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഒരു ദിവസം ഗുരുഭക്തനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ഗുരുസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തുപോയി. അപ്പോൾ ജ്ഞാനിയായ ഷെയ്ഖ് ഹമദ് റളിയല്ലാഹു അൻഹു മറ്റുള്ളവരോടായി പറഞ്ഞു, ഒരു നാൾ ഈ കുട്ടിയുടെ പാദം എല്ലാ ഷെയ്ഖുമാരുടെയും ചുമലിലായിരിക്കും. തന്നെ പഠിപ്പിച്ച മഹാനായ ഉസ്താദ് താൻ പുറത്തേക്കൊന്നു പോയ സമയത്ത് മറ്റുള്ള സഹപാഠികളോട് പറയുകയാണ്, ഈ കുട്ടി ലോകത്ത് വരുന്ന ഒരുപാട് മഹാന്മാരുടെ നേതാവായിട്ട് വരുന്ന, അവിടെയൊക്കെ ഷെയ്ഖായിട്ട് വരുന്ന എല്ലാ ഷെയ്ഖുമാരുടെയും ചുമലിലാണ് ഇദ്ദേഹത്തിന്റെ പാദമെന്ന് പറയുമ്പോൾ അന്നുള്ള എല്ലാ ആളുകളും ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. ആ നിലക്കുള്ള സ്ഥാനത്തേക്ക് ഉയരുന്നൊരു മഹാനാകുന്നു എന്ന് കുട്ടിക്കാലത്ത് തന്നെ മഹാനവറുകളെ കുറിച്ച് തന്റെ ഉസ്താദ് രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള മഹാത്ഭുതങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു.
മഹാനവറുകളെ വേണ്ടതുപോലെ മനസ്സിലാക്കാനും ആദരിക്കാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗൗസർ അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു തആല ഒരുപാട് ബറക്കത്തുകൾ, റഹ്മത്തുകൾ, നിഅമത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.